ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശ കേസിൽ പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി തള്ളി. വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട് പി.സി. ജോർജിനെതിരെ നിലവിലുള്ള 2 കേസുകളിലെ ജാമ്യവ്യവസ്ഥയിൽ സമാന കുറ്റകൃത്യം ആവർത്തിക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ വ്യവസ്ഥ നിലനിൽക്കെയാണ് പി.സി. ജോർജ് വീണ്ടും വിദ്വേഷ പരാമർശം നടത്തിയിരിക്കുന്നതെന്ന് മുൻകൂർ ജാമ്യഹർജി പരിഗണിച്ച കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി നിരീക്ഷിച്ചു. പി.സി. ജോർജിന്റെ ഭാഗത്തുനിന്നും ആവർത്തിച്ച് വിദ്വേഷ പരാമർശം ഉണ്ടാകുന്നതായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. ഇതും കോടതി അംഗീകരിച്ചു. ഇനി ഇതുപോലെയുള്ള റിലീജിയസിനെ ആക്രമിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിറ്റി ആക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനകളും ഒരു മീഡിയ വഴിയും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പി.സി. ജോർജ് വീണ്ടും ഇത് ആവർത്തിക്കുകയും ചെയ്തു. ഈ ബെയിൽ ആപ്ലിക്കേഷൻ പെൻഡിങ്ങിൽ നിൽക്കുമ്പം തന്നെ വീണ്ടും വഖഫിനെ പറ്റിയും ശരീഅത്ത് നിയമത്തെ പറ്റിയൊക്കെ കൂടി വീണ്ടും മോശകരമായി സംസാരിക്കുകയുണ്ടായി. അങ്ങനെ നിലനിന്ന സാഹചര്യത്തിലാണ് ഈ കേസിൽ ഞാൻ കോടതി മുമ്പാകെ ഇതിൻ്റെ പെൻഡ്രൈവ് ഹാജരാക്കി, ഈ ജനം ടി വിയിൽ പറഞ്ഞതിൻ്റെ പെൻഡ്രൈവ് ഹാജരാക്കി, കൂടാതെ ഇതിൻ്റെ എല്ലാം ട്രാൻസ്ക്രിപ്റ്റും കോടതിയിൽ ഹാജരാക്കി, കൂടാതെ ഹൈക്കോടതിയുടെ ഓർഡറും കൂടാതെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ റൂളിങ്സും കൊടുത്തു. ഈ നാളുകൾക്ക് മുമ്പ് സുപ്രീം കോടതി പറഞ്ഞിരുന്നു ഇത് റിലീജിയസ് സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഇങ്ങനെ ആരെങ്കിലും റിലീജിയസിനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞ് അതും കൂടെ കോടതിയിൽ അവതരിപ്പിച്ചപ്പോഴാണ് പി.സി. ജോർജിൻ്റെ ജാമ്യം കോടതി നിഷേധിച്ചത്. ദീർഘകാലം ജനപ്രതിനിധിയായിരുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം വിദ്വേഷ പരാമർശം ഉണ്ടായിരിക്കുന്നതെന്ന വാദവും കോടതി ശരിവെച്ചു. ഇതേ തുടർന്നാണ് പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. ജനുവരി 6-ന് ചാനൽ ചർച്ചയിൽ മുസ്ലിം സമുദായത്തിനെതിരെ പി.സി. ജോർജിന്റെ പരാമർശമാണ് കേസിന് ആധാരം. ജോർജിന്റെ പരാമർശത്തിനെതിരെ യൂത്ത് ലീഗിന്റെ പരാതിയിൽ ഈരാറ്റുപേട്ട പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരുന്നു. അതേസമയം മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് പി.സി. ജോർജ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.